ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈസി സ്റ്റാർ എന്ന ബ്രാൻഡിൻ്റെ ഒരു കാർ കെയർ കിറ്റാണ്. മാരുതി സുസുക്കിയുടെ ഒരു ജെനുവിൻ ആക്സസറിയാണ് ഈ പ്രൊഡക്റ്റ്, ഈ കാർ കെയർ കിറ്റ്. ഈസി സ്റ്റാർ എന്നത് ഒരു മാരുതി സുസുക്കിയുടെ ഒരു ആക്സസറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്ക് മാരുതി സുസുക്കിയുടെ കാഴ്ചയിൽ മാത്രമല്ല മറ്റു വാഹനങ്ങളിലും ഉപയോഗിക്കാം. ഞാൻ എൻ്റെ ഓൾട്ടോ കാറിലും അതുപോലെ തന്നെ ഫിയറ്റിൻ്റെ കാറിലും ഈ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് ഈസി സ്റ്റാറിൻ്റെ പ്രൊഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, നിങ്ങൾക്കൊരു ജസ്റ്റ് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസും കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് പറയാം. ബോക്സ് പ്രൈസ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത് 750 രൂപയാണ്. നിങ്ങളിപ്പം പുറത്തൊരു കാർ പോയിട്ട് ക്ലീൻ ചെയ്ത് പോളിഷൊക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1000 റുപ്പീസിന് മുകളിൽ ഒരു പ്രാവശ്യം ഒരു ബില്ല് വരും. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ 750 രൂപ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നാൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പണം നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും. നിങ്ങൾ അധികം മണി സ്പെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. പുറത്ത് നിങ്ങൾ ഓരോ തവണയും കൊടുത്ത് വെറും കാർ വാഷ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു 400 രൂപയ്ക്ക് പുറത്തൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ പോളിഷും ഒക്കെ കഴിയുമ്പോൾ തന്നെ നല്ലൊരു എമൗണ്ട് നമ്മളെ കയ്യിൽ നിന്ന് സ്പെൻഡ് ആകും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. ഇത് മാരുതി സുസുക്കിയുടെ തന്നെ ഒരു ജെനുവിൻ ആക്സസറിയാണ് കാർ കെയർ കിറ്റ്. നിങ്ങൾക്ക് ഏത് വാഹനത്തിനും ഇത് സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാക്കേജിൽ, നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പാക്കേജിലാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് 4 ഐറ്റംസാണ് നമുക്ക് ഈ ബോക്സിനുള്ളിൽ ലഭ്യമായിട്ടുണ്ടാവുക. ഒരു കാർ പോളിഷ്, അതുപോലെ തന്നെ കാർ ക്ലീൻ ആക്കാൻ വേണ്ടി ഒരു ഷാമ്പു, അതുപോലെ തന്നെ ഒരു ട്രിം പ്രൊട്ടക്ടറും ഒരു മൈക്രോ ഫൈബർ ക്ലോത്തുമാണ്. ഈ 4 സാധനങ്ങളാണ് നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നമുക്കിനി നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇനി ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ള പാക്കേജിൽ തന്നെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഈ 4 ഐറ്റംസ് ആണ് നമുക്ക് ഈ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിക്കുന്നത് ഏകദേശം ഒരു 250 ml ഒരു കാർ ഷാമ്പു ആണ്. വളരെ നല്ലൊരു ഷാമ്പു ആണ് ഇത്. അത്യാവശ്യം നല്ല പതയും ഒക്കെ കിട്ടുന്നൊരു ഷാമ്പു ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ബോക്സിൽ ഉള്ളത് ഒരു കാർ പോളിഷാണ്. കാറിൻ്റെ ഔട്ട്സൈഡ് ബോഡിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോളിഷാണ്. അതുപോലെ തന്നെ കാറിൽ വരുന്ന ഈ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ ലെതർ ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ട്രിം പ്രൊട്ടക്റ്റൻ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊരു നമുക്കൊരു മൈക്രോ ഫൈബർ ക്ലോത്തും ഇതിൽ അവൈലബിൾ ആയിട്ടാണ് ഉള്ളത്. നമുക്കിനി ഇതിൽ ഓരോ പ്രൊഡക്റ്റിനായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ക്ലോത്ത് എടുക്കാം. അത്യാവശ്യം നല്ലൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ് വരുന്നത്. നമ്മുടെ വാഹനം അത്യാവശ്യം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ട്. മറ്റ് തുണികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ സ്ക്രാച്ച് വീഴാനോ ഒക്കെ ചാൻസ് കൂടുതലാണ്. മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ വാഹനത്തിൽ യാതൊരു വിധ പോറലുകളും ഉണ്ടാകാനുള്ളൊരു ചാൻസും ഇല്ല. 99.9% വണ്ടിയെ കംപ്ലീറ്റ് ആയിട്ട് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട്. ഇതിലാകെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ക്ലോത്ത് കൂടി പർച്ചേസ് ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. നമ്മൾ വാഹനം കഴുകി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്നും കൂടി എക്സ്ട്രാ ഉള്ളത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് വെള്ളം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളമൊക്കെ പോയി ഒന്ന് ഡ്രൈ ആയി വരുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ഡ്രൈ ആവുന്നതായിരിക്കും. അങ്ങനെ വെള്ളം അങ്ങനെ അത്ര ഹോൾഡ് ചെയ്ത് നിൽക്കുന്നൊരു ക്ലോത്ത് അല്ല മൈക്രോ ഫൈബർ. നമുക്ക് മാറ്റി ഇവിടെ വയ്ക്കാം. പിന്നെ നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് കാർ ഷാമ്പു ആണ്. ഷാമ്പുവിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാം. നമ്മൾ ജസ്റ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ക്യാപ്പ് നമ്മുടെ ഈ ഷാമ്പു ജസ്റ്റ് ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം വാഹനത്തിന് പുറത്ത് വെച്ച് നമുക്ക് വാഹനം ഈസിയായിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ഔട്ടർ ബോഡി ചൂടായി നിൽക്കുന്ന സമയത്ത് ഈ ഷാമ്പു വാഹനത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് വാഹനത്തിൻ്റെ ബോഡിക്ക് ഫെയ്ഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ഈ ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തത് കാർ പോളിഷാണ്. കാർസിൻ്റെ നമ്മുടെ ഈ മെറ്റൽ ഈ പെയിൻറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റൽ പീസസിൻ്റെ പുറത്തും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു നമുക്ക് വാക്സായിട്ട് വേണ്ടി കണക്കാക്കാൻ ജസ്റ്റ് ഒരു കാർ പോളിഷാണ്.
ഈ മൈക്രോ ഫൈബർ ക്ലോത്തിലാക്കിയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു സ്പോഞ്ചിലൊക്കെ ആക്കിയിട്ടോ വണ്ടീൻ്റെ പുറത്ത് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനാണ് ഈ കാർ പോളിഷ് ഉപയോഗിക്കുക. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ട്രിം പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ പ്ലാസ്റ്റിക് പാർട്സ് ഉണ്ടാവും. ചിലപ്പോൾ ഈ ഡോർ ബീഡിങ്സ് ഉണ്ടാവും, വാഹനത്തിൻ്റെ സൈഡിൽ ഡോർ ബീഡിങ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് വിൻഡ്ഷീൽഡിൻ്റെ താഴെ വൈപ്പേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് പാർട്സ് മിക്കവാറും കാറുകളിലൊക്കെ ഉണ്ട്. ആ ഭാഗങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഡോർ പാഡ്സ്, ഇൻറ്റീരിയറിൽ വരുന്ന ഡോർ പാഡ്സ്, സീറ്റിൻ്റെ സൈഡ്സൊക്കെ നമുക്ക് ഡാഷ്ബോർഡ് ഇതൊക്കെ ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത് ചെറിയൊരു നമുക്കൊരു ഫ്രഷ് സ്മെല്ലും കൂടി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത്യാവശ്യം നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ. ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്ലാസ്റ്റിക് പാർട്സും മറ്റുമൊക്കെ നീറ്റായി ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടി പറയുന്നതായിരിക്കും. ഇത് ജസ്റ്റ് വേണ്ടി സിമ്പിളായിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് നമ്മുടെ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇതൊരു ചെറിയ ഒരു സ്പോഞ്ചിലോ അല്ലെങ്കിൽ ഒരു ക്ലോത്തിലോ ആക്കിയ ശേഷം അവിടെ മൊത്തം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഡയറക്റ്റായിട്ട് സ്പ്രേ ചെയ്യരുത്. നമ്മൾ മറ്റൊരു ക്ലോത്തിലോ സ്പോഞ്ചിലോ സ്പ്രേ ചെയ്ത ശേഷം അവിടെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് അതൊന്ന് തുടച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ. ഞാൻ വേണമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കൂടി ഇത് ചെയ്യാം. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ്, ഈ 4 ഐറ്റംസാണ് നമുക്ക് ഈ ബോക്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വർത്താണ്. നിങ്ങൾ ഏതൊരു വാഹനം ഉപയോഗിക്കുന്ന ഒരു ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇതെന്തായാലും തീർച്ചയായും ഉപകാരപ്പെടും. പുറത്ത് കൊണ്ടുപോയിട്ട് കാർ വാഷ് ചെയ്ത് ഇതുപോലെ തന്നെ പോളിഷ് ചെയ്യുന്നവർക്ക് അറിയാം എത്രത്തോളം ബില്ല് വരുന്നു. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് എല്ലാ മന്ത്സിലും ഒരു പ്രാവശ്യം വെച്ചൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു 2-3 ഇയേഴ്സൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യും. അത്രയ്ക്കുള്ള ഇത് ക്വാണ്ടിറ്റി ഇതിൽ തന്നെയുണ്ട്. ഷാമ്പു തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലൊന്നും കാറ് കഴുകുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും കഴുകുക. എന്നാലും നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ തന്നെ ഷാമ്പു ഒക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതുമയാർന്ന വീഡിയോകളുമായി ഞാൻ ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റു പുതിയ വീഡിയോകൾ, ഒരുപാട് നിരവധി വീഡിയോകൾ നമ്മുടെ വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് കംപ്ലീറ്റ്ലി എന്നോടൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.